എല്ലാവർക്കും അടുത്ത വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദുബായിലാട്ടോ. ദുബായിൽ അടുത്തുള്ള സ്ഥലം കാണാൻ പോകാമെന്നുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഇത് RTA ബസ്സാണ്. നമ്മുടെ നാട്ടിലെ KSRTC ബസ് പോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് RTA. അപ്പോൾ നമുക്കിതിൽ കയറണമെങ്കിൽ ഒരു കാർഡുണ്ട്, RTAയുടെ കാർഡുണ്ട്. ഈ കാർഡിൽ നമ്മൾ പൈസ റീചാർജ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പഞ്ചൗട്ട് ചെയ്യും. പഞ്ചൗട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ട്രിപ്പിനനുസരിച്ച് അതിന് എമൗണ്ട് കട്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ വണ്ടിയിൽ കയറുന്ന സമയത്ത് ഈ പഞ്ച് ചെയ്തില്ലെങ്കിൽ ചെക്കർമാർ കയറും. ചില സമയത്ത് ചെക്കർമാർ കയറിയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫൈൻ അടക്കേണ്ടി വരും. പിന്നെ 7.5 ദിർഹം മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട് ഇതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ RTA കാർഡ് വെച്ചിട്ട് നമുക്ക് ടാക്സി, മെട്രോ എല്ലാത്തിനും ഈ കാർഡ് തന്നെയായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ദുബായിൽ ട്രാവലിങ്ങിന് പൈസ കയ്യിൽ പിടിച്ച് നടക്കണമെന്നൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ കാർഡിൽ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ടാക്സി ആയാലും മെട്രോ ആയാലും എന്ത് വേണമെങ്കിലും ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്തിട്ട് പോവാം. പിന്നെ നമുക്കൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ലോങ് ആയാലും നമുക്ക് മാക്സിമം പോയാൽ 7.5 ദിർഹം വരുള്ളൂ. അതിന് കൂടുതൽ വരില്ല. എത്ര ലോങ് പോയാലും അത്രേ വരുള്ളൂ. ഇവിടെ ദുബായിൽ ലൈസൻസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നാട്ടിലൊരു ഡിഗ്രി കിട്ടുന്ന ഒരു പവറാട്ടാ ലൈസൻസ് എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് ഇതുണ്ട്. നമ്മളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന പോലെയാണ് ഇവിടെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഡബിൾ ഡെക്കർ വണ്ടിയിലായിട്ട് കയറിയിരിക്കണേ. ഇപ്പോൾ മുകളിലെ നിലയിൽ ഫസ്റ്റ് സീറ്റിലിരുന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ബസ്സിൽ സ്വതവേ തിരക്ക് കുറവാണ്. ഞാനൊരു ആഫ്റ്റർനൂൺ സമയത്താണ് ഇറങ്ങിയ പോകുന്നത്. അത് കാരണം ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല. ഞാനും പിന്നെ 2-3 ചേട്ടന്മാർ മാത്രമുള്ള ബസ്സിൽ. നമുക്ക് ഈ ബസ്സിലിരിക്കുമ്പോൾ ദുബായ് എയർപോർട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോണ റോഡ് ഒരു ടണലിൻ്റെ കൂടെയാണ് പോകുന്നത്. 2-3 കിലോമീറ്റർ ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അതിൻ്റെ മുകളിൽ പ്ലെയിൻ്റെ റൺവേ ആണ്. അവിടെ ടേക്ക് ഓഫ് ചെയ്യണ സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു 3-4 കിലോമീറ്റർ ഇതിൻ്റെ അടിയോടെ ഇങ്ങനെ പോകും.